അത്രയും നമ്മൾ ചിന്തിക്കുള്ളൂ. അല്ലാണ്ട് കൊടുക്കും, വൈകിട്ട് അരമണി പല്ലിട്ട് കൊടുക്കും. അപ്പൊ അത് കറക്റ്റായല്ലോ. ഉച്ചക്ക് ഇപ്പോ വാഴയിലാണ് കൊടുത്തോണ്ടിരുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ പ്രത്യേകിച്ച് ഞാൻ ഉച്ചയ്ക്ക് ഉദ്ദേശിക്കുന്നില്ല. രാവിലെ വൈകിട്ട് മാത്രം കൊടുത്ത് ഉച്ചയ്ക്ക് റെസ്റ്റ് കൊടുക്കാനാണ് ഡോക്ടർ പോയി പറഞ്ഞത് പ്രകാരം അങ്ങനെ തന്നെ ഫോളോ ചെയ്യാനാണ് ഇപ്പോ. അല്ല ഉച്ചക്ക് കൊടുക്കണല്ലേ? അല്ല നോക്കൽ പോയി എനിക്ക് ഷോപ്പിന് പുറത്ത് പെല്ലറ്റ് ഇറക്കി കിട്ടും. എനിക്ക് അതാണല്ലോ ലാഭം. എനിക്കിവിടെ ഞാന് എപ്പോഴും പറയാറില്ല, അത് നമ്മൾ ഒരു ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ലാണ്ട് പിന്നെ അത് മാറേണ്ട ആവശ്യമില്ല. അത് തുടർന്നുകൊണ്ടിരിക്കുക. ഇതിനെ പുറത്ത് നമ്മൾ പെട്ടെന്ന് ചാടുമ്പോഴാണ് അബദ്ധങ്ങൾ വരുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ഇന്ന് മാറിയാകുമ്പോഴാണ് ഇപ്പൊ ഈ വർഷങ്ങളൊക്കെ സംഭവിച്ചത്. അപ്പൊ സുരേഷ് തുടക്കത്തിൽ തന്നെ ആണ് ചെയ്തുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ നമ്മളിപ്പോ കഞ്ഞി കൊടുക്കേണ്ടത് കഞ്ഞി മാത്രം കൊടുക്കില്ല, അപ്പൊ അതിന്റെ പിന്നിലുള്ള ബാക്കി പരിപാടികൾ നമ്മൾ ചോദിച്ചു മനസ്സിലാക്കിയോട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് സുരേഷ് അഗ്രിമെന്റ് കോഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അഗ്രിമെന്റ് കോഡ് കൊടുക്കാൻ തുടങ്ങിയത്. അപ്പൊ ഞാനത് അറിഞ്ഞതിന് ശേഷം ഈ ഒരു അഗ്രിമെന്റ് കോഡ് വാങ്ങാൻ വേണ്ടി നമ്മളോട് അന്വേഷിക്കും ഈ സാധനം അവൈലബിൾ അല്ല. പിന്നെ നമ്മളത് പറഞ്ഞു വരുത്തിക്കുകയാണ് ചെയ്തത്. ടൈം അതിനനുസരിച്ച് ഡിലേ ആവുമല്ലേ? നമുക്ക് അറിയാം ഒരു കാര്യം ചെയ്ത് അത് കറക്റ്റായി വരുമ്പോൾ ഇപ്പൊ ഞാൻ കഞ്ഞി കൊടുക്കുന്നില്ല, നിർത്തി. ഇപ്പൊ ഞാൻ 3 ദിവസമായിട്ട് പെല്ലറ്റ് മാത്രം കൊടുത്തു. അപ്പൊ എനിക്കിപ്പോ തോന്നി എന്താ അറിയോ നോക്കൽ ഭായി, നമുക്കിപ്പോ എന്തായാലും അബദ്ധം പറ്റി, അതിനി പണ്ട് കാര്യം ഇനിയിപ്പോ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാന്നല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എനിക്ക് ഇപ്പൊ കണ്ടതെന്ന് വെച്ച് മനസ്സിലായത് ഇതിപ്പോ സെക്കൻഡ് ജനറേഷനിൽ എനിക്ക് കിട്ടിയ കുട്ടിയാണ്. അപ്പൊ അത് എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പാലില്ലാണ്ട് മോർട്ടാലിറ്റി കുറവായിട്ടാണ് എനിക്ക് കിട്ടിയത്. ഇതിലെനിക്ക് 72 കുട്ടികളുണ്ടായിരുന്നു. അതിൽ കുറെ എണ്ണം പാലില്ലാണ്ട്. അപ്പൊ ഞാൻ പ്രോലീവായിരുന്നു കൊടുക്കുന്നത്. പ്രോലീവിൽ പിന്നീട് സാധനം കാൽഷ്യം ഇല്ല, UVT മാറാം. UVT ആണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടില്ല, ക്യൂറം ഇല്ല. എന്നിട്ട് അവസാനം അതിന്റെ ഡിസ്ട്രിബ്യൂട്ടറെ വിളിച്ച് സംസാരിച്ചിട്ട് കൊറിയർ അയപ്പിച്ചിട്ട് 250 രൂപ കൊറിയർ അഡീഷണൽ കൊടുത്ത് കൊറിയർ അയപ്പിച്ച് വാങ്ങുകയും. പിന്നെ അത് കൊടുത്ത് തുടങ്ങിയ ശേഷം ഈ പ്രശ്നം കുറഞ്ഞു. പാല് കിട്ടാതെ മരിക്കുന്ന ആ ഒരു പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടും. അപ്പൊ തന്നെ അതിന് വെയിറ്റ് വരുന്നുണ്ട്. പ്രോ മിൽക്ക് കൊടുത്തിട്ടില്ല. പ്രോ മിൽക്ക് അതല്ല സപ്ലിമെന്റ് അത് കൊടുക്കുന്നത്. വെള്ളത്തിൽ കലക്കുന്ന പ്രോ ലീവിന്റെ കാര്യം. അപ്പൊ UVT അല്ല, സുരേഷ് ചേട്ടൻ ആദ്യം മുതൽ UVT ആണ് കൊടുക്കുന്നത്. പ്രോ ലീവ് ആദ്യത്തെ 2 പ്രാവശ്യം പ്രോ ലീവ് ഞാൻ തുടങ്ങിയത് തൊട്ട് അതിനാണല്ലോ. 5 കിലോന്റെ സാർ എന്റെ അടുത്ത് പറഞ്ഞു ഞാനത് കറക്റ്റ് ആയിട്ട് അത് 5 ലിറ്റർ വെച്ച് വാങ്ങും, ഫോളോ ചെയ്ത് കൊടുത്തോണ്ടിരിക്കും. ഞാൻ ആദ്യത്തെ 2 പ്രാവശ്യം അവിടെ പോയപ്പോഴും വാങ്ങിച്ച് പ്രോ ലീവ്. പിന്നെയാണ് ജ്യോതി ചേച്ചി എന്നോട് പറഞ്ഞത് ഇത് UVT ആണ് അവർ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചാൽ എന്താ UVT പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു UVT കൂടുതൽ കാൽഷ്യം ഉണ്ട്, കുട്ടികൾക്ക് കൂടുതൽ ബെറ്റർ അതാണ് അല്ലേ. അത് കാണുമ്പോൾ ഇതിനെക്കാട്ടിലും വലിയൊരു തോന്നുന്നു. പക്ഷെ ഇത് 3 മാസം പ്രായമായി, അത് 1 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് ഗ്രോത്ത് വരും, അതാണ് ഇത് റീകവർ ചെയ്തെടുക്കാൻ നല്ല പണിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിപ്പോ ഉള്ളത് എങ്ങനെയെങ്കിലും അതുള്ളത് കാണുന്ന സമയത്തുള്ള സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പൊ സാറിന് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ഇന്നലെ എന്താ നടന്നു വിരിക്കാതെ നടന്ന സാറിന് അറിയില്ലല്ലോ. സാർ അറിയാതെ വീഡിയോ എടുക്കണം. ഞാൻ കറക്റ്റ് ഡയലോഗ് അടിക്കണം. അങ്ങനെ അഭിനയിക്കണ പോലെ തോന്നല്ലേ? നല്ലൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ മോളിനെ വെള്ളം വെച്ച് കൊടുക്കണ കാണട്ടെ ജനങ്ങൾ, നാട്ടിൽ കാണണ്ടേ. ചൂടൊക്കെ വലിയ കുഴപ്പമില്ല അല്ലേ സാറേ? ചൂട് ഇവിടെ നിന്റെ അടിയിൽ വല്ല ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ടെമ്പറേച്ചർ കാറ്റുണ്ടല്ലോ, ഇല്ലല്ല. ഇപ്പൊ ചവിട്ടലാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എടുത്തു വെച്ചിരിക്കുകയാണ്. ഈ മൊയലിന്റെ കുട്ടികളാണ്. ഫസ്റ്റ് ഡെലിവറിയിൽ ഒരൊറ്റൊന്നും പോലും പോകാതെ കിട്ടിയതാണ്. ഇപ്രാവശ്യം 7 ഉണ്ടായിട്ട് നമ്മൾ ഉച്ചയ്ക്ക് വരുമ്പോഴേക്കും ചവിട്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും. പക്ഷെ പാല് നിറയുണ്ട്. ഇപ്പൊ ഞാനെന്താ ചെയ്യുന്ന വെച്ചിട്ട് എടുത്തിട്ട് മേലെ വെച്ചിരിക്കും. പക്ഷെ വേറെ കുട്ടികൾക്ക് കുഴപ്പമില്ല. ഈ മൊയിൽ മാത്രമാണ് ഇപ്പോൾ ചവിട്ടുന്നത്. ഇപ്പൊ എടുത്ത് മേലെ വെച്ചു. ഇനിയിപ്പോ ഉച്ചയ്ക്ക് സാധാരണ വന്നതിന് ഞാൻ കുറച്ച് പാല് കുടിപ്പിക്കും, എന്നിട്ട് തിരിച്ച് അതേപോലെ വയ്ക്കും. പിന്നെ വൈകുന്നേരം 3 നേരമായിട്ട് പാല് കുടിപ്പിക്കുക, അങ്ങനെ വയ്ക്കുക. 3 നേരം വീട്ടിലുള്ള എല്ലാവർക്കും പണിയുണ്ട്. മേഡം ഒരു ദിവസം മുഴുവനായിട്ട് ഇവിടെ നിന്നാ മനസ്സിലായി.
അതാണ് ഒന്നാമത്തെ പ്രശ്നം. അതാണ് ഞങ്ങള് മേലെ എന്താ പറയാ, നമുക്കിത് ഇല അച്ഛൻ കൊണ്ടുവരും, സുരേഷ് ഇലയെ കുറിച്ചിട്ട് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പറയുന്നത് അതുകൊണ്ടാണ് അതെ പണി ഓവറാണ്, ഡബിൾ തന്നെ എന്റെ അപ്പുറത്ത്. ഡബിളൊന്നും കറക്കും. അല്ല വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതിപ്പോ അച്ഛൻ ടൗണിൽ നിന്ന് ഇല കൊണ്ടുവരും. അപ്പൊ ഇലയെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പെല്ലറ്റാണെങ്കിൽ വിളിച്ചു പറഞ്ഞ അവിടെ സാധനം എത്തും, ആ പ്രശ്നമില്ല. രാവിലെ ഇതിൽ കയറിയ കൂടൊക്കെ ക്ലീൻ ചെയ്യുന്നത് അനിയനാണ്. കൂട് ക്ലീൻ ചെയ്തു, പെല്ലറ്റ് വയ്ക്കണത് എല്ലാ പരിപാടിയാണ്. ഞാൻ അപ്പോഴേക്കും നമ്മുടെ യൂണിഫോമൊക്കെ ഉണ്ട്, യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയി കഴിഞ്ഞാൽ ഇതിന് സിറിഞ്ച് കൊടുക്കുക, പൊക്കിയെടുക്കുക, മരുന്ന് കൊടുക്കുക. അപ്പം മരുന്ന് കൊടുത്ത് എല്ലാത്തിനും ഒന്ന് ചെക്ക് ചെയ്ത് വന്നു. അത് കഴിയുമ്പോഴേക്കും ഒരു പെല്ലറ്റ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാം ഏകദേശം. പിന്നെ ഇല കൊടുക്കുക, പണി കഴിഞ്ഞു. ഇത്ര അങ്ങനെ 3 ആൾ നിൽക്കുന്നത് കൊണ്ട് അത് കറക്റ്റായി പോകുന്നുണ്ട്. ഒറ്റയ്ക്ക് എന്തായാലും പറ്റില്ല. ഒറ്റയ്ക്ക് പറ്റായൊന്നുമില്ല. അല്ല നമുക്ക് പണി കൂടുതലല്ലേ. പറ്റും എന്നുള്ളത് അല്ല ദീപകിന്റെ സിറ്റുവേഷൻ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയുന്നില്ല എന്നേ ഉള്ളൂ. അല്ല ഞാൻ അപ്പൊ എന്റെ കാര്യം പറഞ്ഞു. അപ്പൊ നമ്മളൊക്കെ ഒറ്റക്കല്ലേ ചെയ്യുന്നത്. അല്ല ഞാൻ എന്റെ കാര്യം പറഞ്ഞു. നമ്മുടെ മുകളിലാവുമ്പോഴുള്ള ആ ബുദ്ധിമുട്ടാണ് അത്. അതെ പിന്നെ ദീപക് വേറെ ജോലിയിൽ ഏർപ്പെടുന്ന ആളാണ്. അല്ല ഞാനിപ്പോ ഇവിടുന്ന് പോണ സമയത്ത് രാവിലെ 9:30ക്കാണ് പോവുക. നമ്മൾ ഇവിടുന്ന് മുകളിൽ കയറുന്നത് 7 മണിക്ക് കറക്റ്റായിട്ട് മുകളിൽ കയറും. 6 മണിക്ക് അച്ഛൻ കയറും ക്ലീൻ ചെയ്യും. കാരണം ഇത് ക്ലീൻ ചെയ്യാൻ കുറച്ച് പണിയുണ്ട്. പിന്നെ ഇത് 3-4 തവണ താഴത്തേക്ക് ഇറക്കിയിട്ട് കൊണ്ടുപോയിട്ട് യൂറിനാണെങ്കിലും വേസ്റ്റ് ആണെങ്കിലും കൊട്ടിയിട്ട് വരണം. അപ്പൊ അച്ഛൻ 6 മണിക്ക് കയറിയിട്ട് ഒരു 6:45 ആകുമ്പോഴേക്കാണ് ഞങ്ങൾ കയറുക. കാരണം എന്താ വെച്ചാൽ എല്ലാവരും കൂടി പോയി കഴിഞ്ഞാൽ വീട്ടിലെ പണി നടക്കില്ല. കാരണം കുഞ്ഞ് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ അമ്മയെ സഹായിക്കാൻ വൈഫിന് കയറണം. അപ്പൊ കുട്ടിയെ നമ്മൾ ആരെങ്കിലും നോക്കണം. എന്നിട്ട് അവര് പണി കഴിഞ്ഞിട്ട് വേണം കുട്ടിയെ തിരിച്ചു കൊടുത്തിട്ട് ഇതിന് മുകളിൽ കയറാൻ. എന്നിട്ട് വേണം എല്ലാവർക്കും ജോലി ചെയ്യുവാൻ. കാരണം അമ്മയും പോകണ്ട്, അച്ഛനും പോകണ്ട്, ഞാനും പോകണ്ട്, അച്ഛൻ പഠിക്കാൻ പോകണ്ട്. അമ്മ ഇവിടെ അംഗൻവാടി ടീച്ചറാണ്. അപ്പൊ അച്ഛൻ രാവിലെ വണ്ടി എടുത്ത് പോകും, അമ്മ അംഗൻവാടിക്ക് പോകും, അനിയൻ പഠിക്കാൻ പോകും, പിന്നെ നമ്മള് ഓഫീസിലേക്ക് പോകും. അപ്പൊ എല്ലാവരും രാവിലത്തെ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഒരു രീതിയിൽ കൊണ്ടുപോകണം. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ ഇപ്പോ തണുപ്പൊക്കെ അടിച്ചിട്ടുണ്ട്. ദീപക് പറയൂ. എന്താ കോൺഫിഡൻസ് കുറഞ്ഞുണ്ട്? എന്തിന് കോൺഫിഡൻസ്? എനിക്കോ? ഓരോ ഇൻഫർമേഷൻ നമുക്ക് പുതിയതായിട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് പറ്റിയത് ക്ലിയർ ചെയ്യാനല്ലേ നമ്മൾ നോക്കുക. ഞാനിപ്പോ ഞങ്ങളിത് വന്നു നോക്കുന്നത് അല്ല എനിക്ക് മനസ്സിലായി. ചെയ്യാനാണ്. ഞാൻ സാറ് വന്ന 2 ഉദ്ദേശം എന്റെ മനസ്സിലായിരുന്നു. ഫസ്റ്റ് ഒന്ന് ഐവർ മേക്കിംഗ് വാങ്ങാം, 2 ഈ ഉളുക്കിന്റെ കാര്യം എന്തെങ്കിലും ശരിയാക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഫസ്റ്റ് അത് റെഡിയാക്കി വിടുക. അപ്പൊ നമുക്ക് കാരണം നമ്മളെ കൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. സാറിന്റെ അത്ര എക്സ്പീരിയൻസ് എന്തായാലും എനിക്കില്ല. അത് ആർക്കും ഇല്ല. അപ്പൊ എനിക്കത് സാറ് പറഞ്ഞു എന്റെ അടുത്ത്, ഞാൻ 5 മിനിറ്റോട് ഉൾക്കെടുത്ത് തരാം, നീ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ മലപ്പുറം വരെ സാറേ ഞാൻ 100 കിലോമീറ്റർ എങ്ങനെ ഞാൻ വണ്ടി ഇതിനു വേണ്ടി വരും? അന്ന് കൊറേ ആയില്ലപ്പത്. എത്ര ഇപ്പത്? കൊറേ ഉണ്ട് ഇതിന്. ഇതന്ന് 5 മാസം കഴിഞ്ഞു. അല്ല സാർ എന്നോട് പറഞ്ഞത് 40 ദിവസം കഴിഞ്ഞിട്ട് മാറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഞാൻ ശരിക്കും 40 ദിവസം കഴിഞ്ഞ് 2 മാസത്തിന്റെ അടുത്ത് ഞാൻ മാറ്റ് ചെയ്യാണ്ട് വെച്ചു. കാരണം ഈ മൊയലുകളും നമ്മളുമായിട്ട് ഒന്ന് ഇതാവട്ടെ എന്ന് വെച്ചിട്ട്. കാരണം ഇതിനെ പിടിച്ച് നമ്മൾ നിൽക്കണ്ടേ ഈ സാധനം. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് ഞാൻ ഒന്ന് പിന്നെയാണ് മാറ്റ് ചെയ്യിപ്പിച്ചത്. അതിനെതിരെ പിടിച്ചിട്ടുള്ളത് അല്ല ഞാൻ നൗഫൽ ഭായി, ഞാൻ സത്യം പറഞ്ഞ ഞാൻ കൈകൊണ്ടൊരു കോഴിക്കുട്ടിയെ പോയി അവിടെ ക്ലാസ്സിനാരെ വന്ന് ദീപകൻ ഞാൻ തന്നെ വന്ന്. അല്ല അവിടെ വന്ന് നമ്മൾ മൊയലിനെ പിടിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. അല്ല അതല്ല, അപ്പൊ ഈ മോനിൽ പിടിക്കേണ്ട അവന്ന് പറഞ്ഞില്ലേ? അതെല്ലാം പറഞ്ഞു. നമ്മൾ അതിന് ശേഷമാണല്ലോ അതൊക്കെ ചെയ്യുന്നത്, ഈ സപ്ലിമെന്റ് കൊടുക്കുന്നത്. നമ്മളപ്പോ ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ ചെയ്യാതെ തുടങ്ങിയതാണ്, എന്നാലും ഇത്രയും സക്സസ് ആയില്ല. അല്ല ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ ഇതിപ്പോ എന്തായാലും കൊണ്ടുവന്നിട്ട് 2 മാസം കൊണ്ട് ഇതിനെ കൊണ്ടുവന്നത് മാറ്റ് ചെയ്യിപ്പിച്ചിട്ട് 3-ാം മാസം വിറ്റ് കാശാക്കാന്ന് ഉദ്ദേശിച്ചില്ല. ഞാൻ കൊണ്ടുവന്നത് ഇതിന് കൊണ്ടുവന്ന ആദ്യം ഞാൻ ഒന്ന് പഠിക്കട്ടെ, ഞാൻ പഠിച്ചിട്ട് എന്റെ വീട്ടുകാർക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ ഞാനിപ്പോ ഇതിന് മരുന്നുകളൊക്കെ എഴുതി വെച്ചു. അപ്പൊ എന്റെ ഭാര്യ വന്ന ബുക്ക് വായിക്കും, എന്റെ അമ്മ നോക്കും. അപ്പൊ അവർക്കൊക്കെ ഇതിന് എന്തൊക്കെ മരുന്നുകൾ കൊടുക്കണം, എന്തൊക്കെ ചെയ്യണം എന്ന് അവർക്കറിയും. അപ്പൊ ഞാൻ ഒരു ദിവസം ഇവിടെ സ്ഥലത്തില്ലെങ്കിലും അവർക്ക് അത് ചെയ്യാൻ പറ്റണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് മാറ്റ് ചെയ്യാനുള്ള സമയമൊക്കെ വൈകിയത്. പിന്നെ മാറ്റ് ചെയ്യാനാണെങ്കിലും നമ്മള് ഫസ്റ്റ് മാറ്റ് ചെയ്ത് കുട്ടികളൊക്കെ ഉണ്ടായി. പക്ഷെ കുറെ ലോസ് വന്നപ്പോ വീട്ടിലെല്ലാരും പറഞ്ഞു ഇത് നഷ്ടമല്ലേ. കാരണം അങ്ങനെ ഒരു ചോദ്യം വരുമ്പോ ഓട്ടോമാറ്റിക്കായി ദീപകിന്റെ മനസ്സിൽ ചെറിയൊരു ഫീലിംഗ് വരും. ഇല്ല വന്നില്ല, അവിടെ കഴിച്ചില്ലേ? അപ്പൊ അല്ല വേറൊരു കാര്യം അല്ല, എന്റെ ഒരു ഇത് പറയാണ്, ഞാനത് ക്രെഡിറ്റ് ആയി പറയില്ല. ഞാൻ 8 വർഷം മുമ്പ് ഇവിടെ ബിസിനസ് തുടങ്ങുമ്പോൾ 6 മാസം ഞാൻ ഒരു പണിയും ഒരു ഇൻകവും ഇല്ലാതെ എന്റെ ബാങ്കിന്റെ ജോലി നിർത്തിയിട്ടാണ് ഞാൻ ഇവിടെ തുടങ്ങിയത്. 6 മാസം ഒരു ഇൻകം ഇല്ലാതെ തന്നെ ഞാൻ അവിടെ ഇരുന്നത്. പക്ഷെ ഞാൻ ഡെയിലി ഷോപ്പ് തുറക്കും. പക്ഷെ 6 മാസത്തിന് ശേഷം ഞാൻ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ
പെട്ടെന്ന് ചെയിനും മോതിരം ഒക്കെ വാങ്ങിച്ചു എന്ന് പറയാം. അതുകൊണ്ട് നമ്മൾ ക്ഷമിച്ചിരിക്കാനുള്ള ഒരു ഇതില്ലെങ്കിൽ പിന്നെ ഇതിനൊന്നും ഇറങ്ങി തിരിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഉണ്ട്, ചുരുങ്ങിയത് 1 വർഷം ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. 1 വർഷം കഴിഞ്ഞിട്ട് അതിന് ബെനിഫിറ്റ് കിട്ടുമെന്ന് എനിക്കറിയാം. അതുവരെ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യണം നമ്മുടെ കയ്യിൽ നിന്ന് ഇതായിട്ട്. പക്ഷെ നമുക്ക് വെയിറ്റ് ചെയ്ത സമയത്ത് അത് ഫസ്റ്റ് കൊണ്ടുവന്ന സമയത്ത് ഞാനൊരു സാറിനെ വന്ന് കാണിച്ച് ഫോട്ടോ കാണിച്ചു തന്നില്ലായിരുന്നു. നമ്മുടെ മലബാർ ആർമറിയിൽ വന്ന സമയത്ത് മേഡം സാറും കൂടി ആർമറിയിൽ വന്നപ്പോൾ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദീപക്. ഞാൻ വാട്സപ്പ് നമ്മുടെ ആശിയാന റാബിറ്റ് ഫാം സ്കൂളിലെ ഒരു മെമ്പറാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി മിഗ്ദാസ് സാർ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്രയും ദൂരത്ത് നിന്ന് വിസിറ്റ് ചെയ്ത് നമുക്കൊരു ചില മാർഗനിർദ്ദേശങ്ങളെല്ലാം തരാൻ വേണ്ടിയിട്ട് സാർ ഇത്ര മെനക്കെട്ട് വന്നിരിക്കുന്നത്. മറ്റേത് ഫാമിലും ഞാൻ കാണാത്ത, അല്ലെങ്കിൽ ഞാൻ വേറൊരു ഫാമിൽ നിന്നാണ് ഇത് ചെയ്തതാണെങ്കിൽ ഈ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഈ സമയത്ത് നമുക്ക് അതാണ് ഒരു ബെനിഫിറ്റായി തോന്നുന്നത്. അപ്പോൾ സാറിപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു, എനിക്ക് പറ്റിയ മിസ്റ്റേക്കുകളൊക്കെ. അപ്പോൾ ഇനി സാറ് പറഞ്ഞ ആ ഒരു ഇൻസ്ട്രക്ഷനൊക്കെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഞാൻ ആലോചിക്കുന്നത്. റാബിറ്റ് ഫാം സ്കൂൾ എന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഫാം ഇൻസ്പെക്ഷൻ എന്ന നമ്മുടെ ആ ദൗത്യമായിട്ട് എത്തി നിൽക്കുന്നത് പാലക്കാടുള്ള മിസ്റ്റർ ദീപകിൻ്റെ ഫാമിലാണ്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നും പ്രശ്നങ്ങളൊന്നും കാണില്ല. കാരണം എയർ സർക്കുലേഷൻ നല്ലപോലെ ഉണ്ട്. ടെറസിൻ്റെ മുകളിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടിന് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. ഇതിപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഗ്രൂപ്പിൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഏകദേശം ഹൈറ്റ് നിലത്തുനിന്ന് 2 അടി എന്നുള്ളൊരു ലെവലിലാണ്. പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ സംശയം തോന്നും ചിലപ്പോൾ എന്തുകൊണ്ടാണ് ഈ കൂട് മാത്രം ഇത്ര ഹൈറ്റ് നിൽക്കുന്നത്. അത് ടെറസിൻ്റെ മുകളിൽ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ആശാനിൽ എപ്പോൾ നമ്മളോട് ടെറസിൻ്റെ മുകളിൽ മാക്സിമം നമ്മൾ ചെയ്യാതെ നിൽക്കുക എന്ന് പറയാനുള്ള കാരണം. ഇത് ഹൈറ്റ് ഇനി കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ പാത്തി ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇതിന് മൂത്രമൊക്കെ കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ കാഷ്ടം കളക്ട് ചെയ്യാനൊക്കെ പ്രശ്നങ്ങളായിട്ട് വരും. അതുകൊണ്ടാണ് ഇത് ഇത്ര ഹൈറ്റിൽ നിർത്താൻ കാരണം. പിന്നെ ഇവിടെയുള്ള ചെറിയൊരു ഫാൾട്ട്, അത് നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സുരേഷ് മേനോൻ കഞ്ഞി കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചാടി കഞ്ഞി കൊടുത്തു. അപ്പോൾ കഞ്ഞി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിപ്പോൾ കഞ്ഞി കൊടുത്ത കുട്ടികളാണ്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, ഇങ്ങനെ രോമൊക്കെ കടിച്ചു വലിച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ കഞ്ഞി കൊടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ അഗ്രിമിഫോഡ് നമ്മൾ ആഡ് ചെയ്യണം. എങ്കിലേ അതിൽ കാൽസ്യവും പിന്നെ വൈറ്റമിൻസും എല്ലാം കിട്ടുകയുള്ളൂ. അതിൻ്റെ കുറവാണ് ശരിക്കും ഈ കാണിക്കുന്നത്. ദീപകിന് പറ്റിയ ചെറിയൊരു ഫോൾട്ട് എന്ന് തന്നെ പറയാം. അദ്ദേഹം കഞ്ഞി മാത്രം കൊടുത്തു, അപ്പോൾ ബാക്കിയുള്ളതൊന്നും ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വീണ്ടും പെല്ലറ്റിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പക്ഷേ നമുക്ക് ഇതിലൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇവരിനി റീകവർ ചെയ്തെടുക്കണമെങ്കിൽ, ഇവരെ വീണ്ടും ആ പഴയ ഒരു വളർച്ചയിൽ കൊണ്ടുവരണമെങ്കിൽ ഇനി 1-2 മാസം നമ്മൾ ഇവർക്ക് നല്ലപോലെ ഭക്ഷണം കൊടുക്കണം. അപ്പോൾ നമുക്ക് ശരിക്കും ആ 2 മാസത്തെ ഒരു ഫീഡിങ് നമുക്ക് ശരിക്കും ലോസാണ്, നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരാൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അന്ധമായിട്ട് അതിനെ അനുകരിക്കാതെ അതിൻ്റെ പുറകിൽ അദ്ദേഹം ചെയ്യുന്ന രീതികൾ, ഇപ്പോൾ കഞ്ഞി കൊടുക്കുന്നത് നമ്മൾ ചാടി കഞ്ഞി കൊടുക്കല്ലേ വേണ്ടത്. ആ കഞ്ഞി കൊടുക്കുന്ന സിസ്റ്റം, അത് എങ്ങനെയാണ് കൊടുക്കുന്നത്, ഏത് രീതിയിലാണ്, എപ്പോഴാണ് കൊടുക്കുന്നത്, ആ ഒരു ഇത് നല്ലപോലെ ആ വ്യക്തിയോടോ അല്ലെങ്കിൽ ഗ്രൂപ്പിലൊക്കെ ചോദിച്ച് പഠിച്ചിട്ട് വേണം നമ്മൾ കഞ്ഞി കൊടുക്കാൻ. അല്ലെങ്കിൽ ഇതുപോലെ അബദ്ധങ്ങൾ സംഭവിക്കും. അങ്ങനെ അബദ്ധങ്ങൾ സംഭവിക്കാതെ നമ്മൾ നോക്കാം. എല്ലാവർക്കും നന്മകൾ പറ്റുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു.